Again, welcome back, guys, with Ark Survival Series Part 2. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഗെയിം ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കായിരുന്നു. ഇടയിൽ നമ്മളൊന്ന് ഡെഡായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു നമ്മളെ ക്യാമ്പ് വെക്കാനുള്ള സൈറ്റിലാണ്. ഇപ്പോൾ നൈറ്റാണ്, അതാണ് ഞാൻ ചെയ്യാത്തത്. നമ്മൾ അതിനുശേഷം ഓഫ് ക്യാമറയിൽ കുറേ ഗ്രൈൻഡ് ചെയ്തായിരുന്നു. നമുക്ക് ഇത്രയും റിസോഴ്സ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ഇനിയും കുറച്ച് അവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റോറേജ് ബോക്സ് നിൽക്കുന്നുണ്ട്. ഇപ്പം കുറച്ചധികം വെയിറ്റ് ഉണ്ട് നമ്മളെ ഇതിൽ, അതാണ് സൈഡിൽ വെയിറ്റിൻ്റെ ഇത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ കത്തിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് ഇന്നത്തെ കോൾ പറയുന്നതിന് മുമ്പ് ഒക്കെ പറയാനുള്ളത്, ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിത് ഫസ്റ്റായിട്ട് കളിക്കുന്ന ഗെയിമാണ്. സോ ഞാൻ കുറേ പൊട്ടത്തരം കാട്ടാം, അപ്പം അത് നിങ്ങളൊന്ന് തിരുത്തി എന്താണ്. ഓക്കെ, എനിക്ക് ഈ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഇവിടെയാണ് നമ്മൾ ബേസ് കെട്ടാൻ കരുതിയത്. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടെത്തിയത് പറഞ്ഞാൽ, നമ്മൾ ബാഗിൽ നമ്മളെ ഇൻവെൻട്രിയിൽ കുറേ നേരം ഇങ്ങനത്തെ ഈ ഫുഡ് ഐറ്റംസൊക്കെ വെച്ച് കഴിയുമ്പം അത് ചീഞ്ഞ് പോകും, മീൻസ് സ്പോയിലായി പോകും, നശിച്ച് പോകും. അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോറേജ് ബോക്സ് സെറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ ഈ ക്യാമ്പ് ഫയർ കത്തിച്ചാൽ ഇതിൻ്റെ അടുത്തേക്ക് ഇത് വേറെ ഡൈനോസേഴ്സ് ഒന്നും വരില്ല എന്ന് വിചാരിക്കണേ. നേരത്തെ നമ്മൾ ഏകദേശം ഈ ഏരിയയിൽ നിന്നായിരുന്നു ആ മറ്റേ കുഞ്ഞു പെണ്ണുകൾ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ചാടി കൊടുത്തത്. പിന്നെ ഇന്നത്തെ ഗോള് ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ ഗോളെന്ന് പറയുമ്പോൾ നമുക്കൊരു ബേസ് സെറ്റ് ചെയ്യണം. ആൻഡ് അതിൽ കുറച്ച് സ്റ്റോറേജും കാണാൻ സെറ്റ് ആക്കണം. അത് ഒരു ബേസിക് സ്റ്റാർട്ടറായിട്ടുള്ള ബേസ്. ഏകദേശം ഞാനിത് ആ മരത്തിൻ്റെ താഴെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഏരിയക്ക് നമ്മൾ ഈ ഡൈനോസേഴ്സിന് ടൈം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ഡൈനോസേഴ്സിന് ടൈം ചെയ്ത് കൊണ്ടുവരണം. ആൻഡ് ഇതൊന്ന് രാവിലെ ആവട്ടെ. ഇത് നമുക്കിപ്പോൾ ബെഡ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻ വെക്കാതെ ബെഡ് സെറ്റാക്കാൻ കഴിയില്ല. ആൻഡ് ഇതിൻ്റെ ആ സംഗതി എന്താ ഞാൻ നോക്കണം കരുതിയിരുന്നത്. കുറേ ബീമും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഇടയ്ക്ക് കുറച്ച് സൗണ്ട് വരും ഗൈസ്. സീന് ഈ നൈറ്റ് ടൈമൊക്കെ ആകുമ്പോൾ ഉണ്ടോ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവർക്ക് കേൾക്കുന്നുണ്ടാവും. ഉണ്ടോ വേറെ കുറേ സൗണ്ട്. അത് വൻ സീനാണ് ഗൈസ്, പേടിയാവും. പിന്നെ നമുക്ക് ഇന്നത്തെ ഇതിൽ തന്നെ ഗോൾഡ് ലിസ്റ്റിൽ തന്നെ വേറെ സംഗതി എന്ന് പറയുമ്പം നമുക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ തന്നെ ക്രാഫ്റ്റ് ചെയ്യാമല്ലേ. ഷർട്ട്, പാൻറ്, ഷൂസ്, തൊപ്പി, പിന്നെ കയ്യിനുള്ള സാധനം എല്ലാം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആവണം. അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ കോൾഡൊന്നും ഇതിന്നൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ ചെറിയ ചെറിയ അറ്റാക്കിങ് ഡാമേജസ് ഒന്നും രക്ഷപ്പെടാൻ കഴിയേണ്ടതാണ്. അത് എവിടുന്നാ ഇടുക? ഓക്കെ, ഇങ്ങനെ അത് നേരത്തെ ഇതിൻ്റെ ഇൻവെൻട്രിയിൽ നിന്നാണ് നമ്മൾ ഇട്ടത്. എക്യൂപ്പ് ലെവലപ്പായി ഗൈസ്. നമുക്ക് എന്തെങ്കിലും അൺലോക്ക് ആക്കണം. ഇതിൽ 2 പോയിൻ്റ് കിട്ടി. ആയില്ല, നമുക്ക് അതൊന്ന് നമ്മളെ ഈ വാട്ടറിൻ്റെ സംഗതിയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ആക്കാം. ഇപ്പോൾ 16 സാധനം, ഞാൻ ഇത്രയും സാധനങ്ങൾ അൺലോക്കാക്കി വെച്ച്. പിന്നെ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത് അൺലോക്കാക്കിയില്ല. പിന്നെ ഇതൊന്ന് അൺലോക്കാക്കാം. അതൊക്കെ നമ്മൾ ബേസ് ഇട്ടേണ്ട സംഗതികളാണ്. ഇതൊക്കെ നമുക്ക് ബേസ് കട്ടാനുള്ള സാധനങ്ങളാണ്. വുഡൻ കേജ് എ പോർട്ടബിൾ കേജ് ഇൻ വിച്ച് സെമ്പൽസ്. മറ്റേ നമ്മളെ ട്രാപ്പ് പോലെ സംഭവം അല്ലേ. ഓക്കെ, ഞാനിത് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എൻഗ്രാംസൊക്കെ കഴിഞ്ഞ്.
ഓക്കെ ഗൈസ്, ഏകദേശം രാവിലെ വന്നിട്ടുണ്ട്. ഞാൻ നൈറ്റ് കുറച്ചേരം AFK ആയിരുന്നു. പിന്നെ അതേപോലെ ഞാൻ സ്റ്റോറേജ് ബോക്സിൽ ചെറിയ ലാഗുണ്ട്. ഇതായി സ്റ്റോറേജ് ബോക്സിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നിറച്ചു. ഇത് മെറ്റലാണ്. മെറ്റൽ നമുക്ക് കുറച്ച് കിട്ടി. പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഇത് എന്താ നേരത്തെ നമുക്ക് ഇതിക്ക് ഇൻവെൻട്രിയൊക്കെ വെക്കാൻ കഴിയുന്നില്ലായിരുന്നു. ചൂട് ഇപ്പോഴുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ നമുക്ക് മറ്റേ സാധനം എടുക്കണം. ഈ സാധനമാണ് വെള്ളം നിറക്കുന്നത്, വാട്ടർ സാക്ക്. അതെന്താ എനിക്ക് മനസ്സിലായില്ല. വാട്ടർ സാക്ക് നമ്മൾ ഇൻവെൻട്രി വെക്കാൻ കഴിയുന്നില്ല. തൽക്കാലം ഇപ്പം നമുക്ക് താഴത്ത് പോയി വെള്ളം കുടിച്ച് വരാം മാനുവലി. അതിൽ ഞാൻ സാധാരണ വെള്ളം കുടിക്കാൻ പോകുമ്പം നിറച്ച് വെക്കണം. അപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ടൈമിൽ നമുക്ക് അത് എടുത്തിട്ട് കുടിക്കാൻ കഴിയും. ഇതിപ്പോൾ കഴിയുന്നില്ല. ഈ മരം എന്ത് നൈസിലേ, പാറൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വളർന്നിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി മാറ്റിയാലോ എന്ന് പ്ലാൻ ഉണ്ട്. അതിൻ്റെ ബാക്കിലൊരു മരം എന്തത് ബഗ്ഗറ്റിയാണോ? ഓക്കെ, വാട്ടർ 100% ആയിട്ടുണ്ട്. ഇതിൽ തന്നെ കയറാൻ കഴിയുമെന്ന് അറിയില്ല. അതിലെ കയറാം. ആൻഡ് ഇത് ഇനി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മരം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് വീട് സെറ്റാക്കണം. അതിന് ശേഷം നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ടൂൾ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. നോക്കാം നമ്മൾ. ഓക്കെ, ഇവിടെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ്. ഇതാണ് ഇപ്പം വെച്ച ക്യാമ്പ് ഫയറുകളൊക്കെ. ഞാൻ ഈ മരത്തിൻ്റെ ചോടെയാണ് വെക്കാൻ പ്ലാൻ ഇട്ടിരുന്നത്. അതോ ഇവിടെ വെക്കണോ? അതാ ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് വെച്ചത്. സ്റ്റോറേജ് ബോക്സ് കണ്ടില്ലേ, ഇതാണ് ലാസ്റ്റ് വെച്ച സ്റ്റോറേജ് ബോക്സ്. നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ ഉണ്ടാക്കിയാലോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ ഇവിടുന്ന് കളയാം. മരം മുറിക്കല്ലേ. ഈ മരം വലിയ മരം മുറിക്കുമ്പോൾ നമ്മളെ ഹെൽത്ത് നല്ലോണം കുറയും. അതാണ് ഇത് നമ്മളെ കൈ വെച്ച് കുറയ്ക്കുമ്പോൾ. ഏകദേശം ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം. അത് നമുക്ക് ടോർച്ചൊന്ന് ലൈറ്റ് ചെയ്തിട്ട് നോക്കി വെക്കാം എവിടെ ഇത് ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ ലൈറ്റ് വരും. നമുക്ക് ഇവിടെ ആയിട്ടൊരു ഫൗണ്ടേഷൻ വെക്കാം. നമുക്ക് ഇതിക്ക് കണക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവാതിരി മതി. അപ്പോൾ ഇപ്പം കയ്യിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വുഡൊക്കെ ഉണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഉള്ളതുണ്ട്. ക്രാഫ്റ്റ് 1, ഇത് ക്രാഫ്റ്റ് 1, ഇത് ക്രാഫ്റ്റ് 1. എല്ലാം ഇങ്ങനെ ഓരോന്ന് ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതനുസരിച്ച് ക്രാഫ്റ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓക്കെ. കാറ് ഇനിയും മരം വേണ്ടി വരും. മാൻ, വാട്ട് എ ബ്യൂട്ടി. ഇത് ഇത്രയും ലോ ഗ്രാഫിക്സ് വരെ നോക്ക് ഗൈസ്. ഇങ്ങോട്ടുള്ള വ്യൂ ഒക്കെ നോക്കിയേ, ഏതാ. ഓക്കെ, ഇനി നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ എടുക്കട്ടെ. ഇതല്ലേ ഫൗണ്ടേഷൻ.
ഓ ഇത് സീലിംഗ് അല്ലേ? ഇതാണ് ഫൗണ്ടേഷൻ അല്ലേ? ഓക്കെ ഓക്കെ. താച്ചിൻ്റെ ഫൗണ്ടേഷൻ അല്ലേ? ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ക്രാഫ്റ്റ്. ഓക്കെ പ്ലേസ്. ഓക്കെ, നമ്മൾ ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇവിടുന്ന് ഡോർ വെക്കാം. അത് ഇവിടുന്ന് ഇങ്ങനെ കയറുന്ന പോലെ. ഇത് ഏതായാലും ഇവിടെ നിന്നോട്ടെ. ചുമര് വെക്കണം, ചുമര്. ഓക്കെ, അത് പുറത്തുനിന്ന് കാണാൻ എങ്ങനെയുണ്ട്? ഓ കുഴപ്പമൊന്നുമില്ല, നൈസാണ്. അതേപോലെ നമ്മൾ ക്രാഫ്റ്റ് ആക്കിയാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത് ഡോറല്ലേ? ഡോറ്, സീലിങ്. ഓക്കെ, ഡോറിൻ്റെ ഫ്രെയിം അല്ലേ? അത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ഡോർ എടുത്തിട്ട് അവിടെ വെക്കല്ലേ? ഓക്കെ, ഞാൻ അത് വുഡൻ വാള അവിടെ വെച്ച്. ഐ തിങ്ക് ഈ താച്ചിൻ്റെ അങ്ങാട്ട് ഒന്നുകൂടി രസം വുഡനാണല്ലേ? ഫൗണ്ടേഷൻ എങ്ങനെ അങ്ങോട്ടെ? ബട്ട് ഇതിങ്ങനെ കയറാനുള്ള ടാസ്ക് ഉണ്ടല്ലോ. ഓക്കെ, തൽക്കാലം ഇപ്പം അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇത് റൂഫിൻ്റെ കാണാൻ, അത് നമുക്ക് വെക്കാൻ ഇപ്പം കഴിയൂല. നമുക്ക് ഈ വുഡിൻ്റെ കാണാൻ മാക്സിമം ക്രാഫ്റ്റ് ആക്കാൻ നോക്കാം. ഐ തിങ്ക് വുഡാണ് ഒന്നുകൂടി രസം. ഹാക്ക് ക്രാഫ്റ്റ് 10 ഇപ്പം ഉണ്ടല്ലോ, ഒരു 5 പോലെ. ഹാക്ക് ക്രാഫ്റ്റ്. ഓ ഓ ഇത് അത് വേണ്ട, ഹാക്ക് ക്രാഫ്റ്റ് ചെയ്യണ്ട. വുഡ് ഇനി ഇഷ്ടം പോലെ വേണ്ടി വരും ഗൈസ്. പ്ലേസ് 1 2. ഗൈസ് നമുക്ക് ഇത് ഈ താച്ചിൻ്റെ കാട്ടി രസം വുഡിൻ്റെതാണ് അല്ലേ? നമുക്ക് ഇനി കുറച്ച് വുഡ് കളക്ട് ആക്കണം. നമുക്കൊരു കാര്യം, ഈ എപ്പിസോഡിൽ നമുക്ക് ഇവിടെ അങ്ങ് കംപ്ലീറ്റ് സെറ്റാക്കാം. ആൻഡ് ഈ സൈഡിലുള്ള സാധനങ്ങൾ സെറ്റാക്കിയിട്ട് ചെറുതായിട്ട് ചെയ്യാം. അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. പിന്നെ ഡെയിലി വീഡിയോസ് വേണോ അതോ 1 by 1 മതി? ഡെയിലി വീഡിയോസ് നമ്മൾ ചെറിയ അപ്ഗ്രേഡ് നമുക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. പിന്നെ 2 ദിവസം ഇടവിട്ടുള്ള ഒരു ദിവസം ഇടവിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഞാൻ മാക്സിമം അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. എന്താ ഗൈസ്? ഇതെന്താണ്? ഏതാ ഊളി റൈനോ? It is a large and dangerous creature, though it seems fairly trusting of the fauna around it. Once attacked, Sphelodonta begins charging towards its foe. It builds up momentum as it charges, and depending on its ultimate impact speed, the results can be terrifying. With enough room to charge, ഗായ്സ്, നമ്മളിത് ഇതിന്റെ സ്റ്റോറി മോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിലുള്ള ഓരോ സ്റ്റെപ്പുകളാണ്. പക്ഷെ
still hunt them extensively കഥ due to their തീരുന്നില്ലല്ലോ. unique resources. Its horns can ground into a highly arousing powder, and its thick fur can support many insulating outfits, making the Coelodonta lethal. Even less advanced tribes use packs to hunt മാൻ കഥ തീരുന്നില്ല. നമുക്കൊരു കാര്യം നമുക്കപ്പോ വുഡ് കളക്ട് ആക്കാം. ആ കഥ പറയട്ടെ. makes an impressive beast of burden. Its ability to take on far larger opponents provided sufficient charging room, as well as its sizable load capacity. ഇത് പഴന്തോ അതായത് ഇത് വൺ ഡേഞ്ചർ ആയിട്ടുള്ള അനിമലാണ്. പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് ഇണക്കാനും കഴിയും. പിന്നെ ഈ നമ്മളെ കാര്യങ്ങൾ ഈ മരം മുറിക്കാനുള്ളത്, പാറ മുറിക്കാനുള്ളത്, അങ്ങനത്തെ സംഗതികളൊക്കെ അത് എളുപ്പമാക്കി തരുന്ന പറഞ്ഞു. വൻ OP ആയിട്ടുള്ള ഒരു ആനിമൽ എന്നാ പറഞ്ഞത്. ഓക്കെ, ഇത് ഈ മരം കൊണ്ടുള്ള കൂടിയുള്ള റിസോഴ്സ് കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ആക്കാം. അതാണ് പ്ലാൻ. പിന്നെ ലെവലപ്പ് ഉണ്ടല്ലോ. ലെവലപ്പ് നമുക്ക് സ്റ്റാമിന, വാട്ടർ. ഓക്കെ, ലെവൽ 22 യു ആർ ഹോട്ട്. ഞാനിന്ന് വെള്ളം കുടിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് ഇറങ്ങാം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല. പറഞ്ഞില്ലേ, ഡീഹൈഡ്രേഷൻ തുടങ്ങി. വെള്ളം ഇച്ചിരി സീനാണ് ഗൈസ്. ഇത് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ഹെരാസോറസ് എന്ന് പറഞ്ഞു. ഇത് ഹെരാസോറസ്, ഇത് ട്രൈക്കാണ്. ട്രൈക്കോസിഡോസോറസ് അങ്ങനെ എന്തോന്നാണ് ഇതിന്റെ ഫുൾ പേര്. ട്രൈസെപ്റ്റോസോറസ് ലെവൽ 19. അത്യാവശ്യം OP ആയിട്ടുള്ളൊരു സാധനമാണ് അത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നതിനെ ഈ ടൈം ആക്കണം. വെള്ളം 100% ആയിട്ട് പോവാ. മാക്സിമം വെള്ളം കുടിച്ച്. അപ്പൊ നേരത്തെ ഒരാളെ കാട്ടിയിരുന്നില്ല, അപ്പൊ അവരായിട്ട് ഈച്ച് തോന്നുന്നു വെള്ളം ഈ ചൂട് കാരണം. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടാണ് ഈ ഏരിയയിൽ. ഐ തിങ്ക് നമ്മളെ ബേസ് മിക്കവാറും പണി കിട്ടും. ബേസിനെ ഒന്നുകിൽ തണുപ്പിക്കാനുള്ള എന്തെങ്കിലും വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് അവിടെ പണി കിട്ടും. ഓക്കെ, ഓക്കെ, ഇനി ബാക്കി പരിപാടിയിലേക്ക് പോകാം ഗൈസ്. ഇതെന്താണ്? സ്ലീപ്പിംഗ് ബാഗ്, താച്ച് റൂഫ്. താച്ചിന്റെ ഒരു പരിപാടി നമുക്ക്. താച്ചൊരു സുഖമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല താച്ച്. ഓ, ഇതാ അവിടെ വുഡിന്റെ സ്റ്റേഴ്സ്. ബട്ട് ഫൈബർ ഇഷ്യൂ ആണ്. ഫൈബറുകളൊക്കെ ആക്കണം. ഫൈബർ ആ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇതിന്റെ സൗണ്ട് തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കുറച്ച് പുരാതന ടച്ച് പിടിച്ചതായിരിക്കണം. അതായിരിക്കും എനിക്ക് മേ ബി ഇഷ്ടപ്പെടാം. ഓ, ഇത് നമുക്ക് ഫൈബർ എടുക്കാൻ കഴിയുമോ? ഇത് നമുക്ക് വെട്ടാൻ കഴിയില്ലേ? ഇത് വെട്ടാനായിട്ട് വേറെ ടൂൾ ഉണ്ടായിരിക്കും. ഈ ആസുൽബർ ഇതൊക്കെ നിറയും, അതാണ് പ്രശ്നം. ഫൈബറുകളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഒരു ഉപകാരമില്ല. ഇതൊന്ന് ക്രാഫ്റ്റ് ആക്കാം. അതേപോലെ രണ്ട് പിന്നെ വാട്ടർ കുറച്ച് മാക്സിമം കൂട്ടാൻ നോക്കാം. നമുക്ക് ഈ സാധനം കുറച്ച് തോനെ കിട്ടിയിട്ടുണ്ട്.
ഇത് പ്ലേസ്. ഫ്ലോറും കൂടെ നമുക്ക് വുഡാക്കണേ. നമ്മളെ കയ്യിലൊരു മണ്ടത്തരായിട്ട്. നമുക്ക് ഫ്ലോർ സ്റ്റെയർ. ഓക്കെ, നമുക്ക് കയറാൻ ഇറങ്ങാൻ എളുപ്പമായി. ഓക്കെ, ഇനി ഷോ ഇത് നമുക്ക് ഒരു ഇതും കൂടി പൊക്കാനുള്ള വുഡുണ്ട് ഇപ്പം. അതിനുള്ള വുഡുണ്ട്. ഫൈബർ വേണം, ഫൈബർ ഇഷ്യൂ ആണ്. എന്താണാവോ? സ്ലോപ്പ്ഡ് വുഡ് വാള്. അത് ആ സീലിംഗ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കട്ടെ. നമ്മളെ തലേൻ്റെ നേരെ മുകളിലാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇതല്ല സീലിംഗ്. ഇതൊന്നും കൂടി പൊക്കണം കൈസ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഒന്നും കൂടി പൊക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ആക്കാം. ഇതെന്താ സംഭവം നോക്കട്ടെ. നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള സംഭവം അല്ലേ? ലൈക്ക് ഈ ലെവലിൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ തൽക്കാലം ഞാനിവിടെ ഒരു ബെഡ് വെച്ചിട്ട് തൽക്കാലത്തിലുള്ള ബെഡ് വെക്കാം. ഓക്കെ, അപ്പം ഞാനവിടെ പോയി വെള്ളം കൂടെ കുടിച്ചിട്ട് കൊറന്നായിട്ട് പൊളിച്ചു. വെള്ളം കൂടെ ഇനി നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ തോന്നണേ. വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ആക്കാണ്. ഇന്നത്തെ കാര്യമായിട്ട് നല്ല പ്രോഗ്രസ് ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിനെ അപേക്ഷിച്ച് നല്ല പ്രോഗ്രസ് ഉണ്ട്. വാട്ടർ ഫുള്ളായിട്ടുണ്ട്. അപ്പം നമ്മള് വിശക്കണ്ടല്ലോ ഗൈസ്. ഫുഡ് ഫുള്ളുള്ളതിൽ വയറ് പൊട്ടിക്കണേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് പാർട്ട് ചെയ്യാം. ഈ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡൈനോസറിനെ ടൈം ചെയ്യാൻ നോക്കാം. പിന്നെ ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാണ്ട്. സോ അടുത്ത പാർട്ട് വരെ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു, പീസ് ഔട്ട് ഗൈസ്. ലൈക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, ബൈ ബൈ.